കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു, ദൈവം ചില ജനലുകൾ നിന്റെ മുമ്പിൽ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാനാണ്. അബ്രഹാമിന്റെ വീട്ടിൽ നിന്നും ഹാഗാറിനെയും ഇസ്മായേലിനെയും ഒരു തുരുത്തിയിലെ വെള്ളവും കൊടുത്ത് അബ്രഹാം ഇറക്കി വിടുകയാണ്. ആ ഒരു തുരുത്തിയിലെ വെള്ളം തീർന്നാൽ ഇസ്മായേലിനും ഹഗാറിനും വെള്ളമില്ല. ഹഗാറും ഇസ്മായേലും മരുഭൂമിയിൽ വലഞ്ഞുഴലുകയാണ്. കൃത്യമായി കൊടുത്ത തുരുത്തിയിലെ വെള്ളം തീർന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള അവസാനത്തെ ഉറവയും അടഞ്ഞു. പക്ഷേ പൈതൽ പൊട്ടിക്കരയുമ്പോൾ, തൊണ്ട വരണ്ട് മരിക്കാറാകുമ്പോൾ, ഹാഗാർ തിരിഞ്ഞു നോക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിൽ ഒരു നീരുറവ അവൾ കാണുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, ആ നീരുറവ പെട്ടെന്നുണ്ടായതല്ല, ആ നീരുറവ അന്നേരം ഉണ്ടായതല്ല. ആ നീരുറവയെ ദൈവം മുന്നമേ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ പദവും കൂടെ വിശ്വാസത്താൽ എടുത്തോ. നിന്റെ മുൻപിൽ ഏതെങ്കിലും ഒരു ഉറവ അടയുന്നെങ്കിൽ നീ അറിയാത്ത മറ്റൊരു ഉറവ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ജൈറ, you are enough. You ever enough. You more than enough. You more than enough. അനുഭവമുള്ള എത്ര പേരുണ്ട്? ദൈവം ചില കാര്യങ്ങളിൽ നോ പറഞ്ഞപ്പോൾ, ചില കതകുകൾ നിന്റെ മുമ്പിൽ വലിച്ചടച്ചപ്പോൾ, നീ പ്രതീക്ഷിച്ച ചില ജനാലകൾ നിന്റെ മുമ്പിൽ കൊട്ടിയടച്ചപ്പോൾ, നിന്റെ തുരുത്തിയിലെ അവസാനത്തെ വെള്ളവും തീർന്നപ്പോൾ, നീ കണ്ടിട്ടില്ലാത്ത അറിയാത്തൊരു ഉറവ നീ തുറന്നെങ്കിൽ, കർത്താവ് തുറന്നെങ്കിൽ, ശ്രദ്ധിച്ചോ, പ്രശ്നമല്ല ആദ്യം ഉണ്ടായത്, പരിഹാരമാണ്.